2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായി ഇന്ത്യയെ പാകിസ്ഥാനിലെത്തിക്കാൻ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങി PCB. ഇന്ത്യയുടെ മത്സരങ്ങൾ ഒറ്റ വേദിയിൽ മാത്രം നടത്താമെന്ന ഓഫറാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. പറയൂ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഈ കാര്യത്തിൽ ഇന്ത്യയെ പങ്കെടുപ്പിക്കണമെന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. വിവരങ്ങൾ. തീർച്ചയായും SKN, അതായത് 2008 മുതൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ പോയിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്രിക്കറ്റിംഗ് ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പലപ്പോഴും ലോകവേദികളിൽ മാത്രമാണ് ഏറ്റുമുട്ടാറുള്ളത്. അതായത് ലോകകപ്പും ഒക്കെ തന്നെ വരുമ്പോൾ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു പരമ്പര നടക്കാറുള്ളത്, അല്ലെങ്കിൽ മത്സരങ്ങൾ വരാറുള്ളത്. ക്രിക്കറ്റ് ആരാധകർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന ഒരു ബയലാറ്ററൽ ടൂർണമെൻറ്റ് ഒരിക്കലും വരുന്നില്ല. അടുത്തിടെ ഏഷ്യ കപ്പിലാകട്ടെ ലോകകപ്പിലാകട്ടെ ഒക്കെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ തന്നെ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. പക്ഷേ പാകിസ്ഥാനിലേക്ക് ഒരു തരത്തിലും അവിടെ കളിക്കാൻ പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴുമുള്ളത്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഏഷ്യ ട്രോഫിയിൽ ഉണ്ടായിരുന്നത് ഇതുപോലെ പാകിസ്ഥാനായിരുന്നു അവിടെ വേദി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ അവിടേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതോടുകൂടി ഒരു ഹൈബ്രിഡ് മാതൃകയിൽ ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നടന്നത് ശ്രീലങ്കയിലാണ്. ഇനി പാകിസ്ഥാന് ഹോസ്റ്റിങ്ങിന് അവസരം ലഭിച്ച ഒരു ടൂർണമെൻറ്റ് 2025 ചാമ്പ്യൻസ് ട്രോഫിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോകില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ്. ഇതോടുകൂടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒരു ഓഫർ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ലാഹോറിൽ വെച്ച് നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് ഏറ്റവും അടുത്ത് ചെന്നാവുന്ന ദൂരത്തിൽ മത്സരങ്ങൾ നടത്താം എന്ന ഓഫറാണ് വെച്ചിരിക്കുന്നത്. മറ്റു ടീമുകൾക്കെല്ലാം പലപ്പോഴും മറ്റ് പല വേദികളിലായി കളിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് ഒരു വേദിയിൽ മാത്രം കളിക്കാമെന്നുള്ള ഓഫർ വെച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഇത് സ്വീകരിക്കാൻ ഒരു തരത്തിലുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നില്ല. ഇന്ത്യ ഒരു തരത്തിലും പോകില്ല എന്നുള്ള തീരുമാനമാണ് കായികമന്ത്രി അനുരാഗ് താക്കൂർ അടക്കമുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കും. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഇനി എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് 2020 ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമായിരിക്കും. അപ്പോൾ വൈകാതെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മഞ്ഞുരുകുമോ എന്നുള്ളതാണ് ആരാധകരും ഉറ്റുനോക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.